ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രി മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ അല്പസമയത്തെ നമ്മുടെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വാക്യം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും. അത് 27-ാമത്തെ വാക്യം കൂടെ ഉണ്ട് അതിൻ്റെ കൂടെ. എങ്കിലും ഈ ഭാഗം മാത്രം നമുക്കൊന്ന് ചിന്തിക്കാം. വചനത്തോടു കൂടിയ ജലസ്നാനം. എന്താണ് ഈ വചനത്തോടു കൂടിയ ജലസ്നാനം എന്ന് പറയുമ്പോൾ? അപ്പോൾ വചനത്തെ ജലത്തോട് ഉപമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ വചനം കേൾക്കുമ്പോൾ നാം കഴുകൽ പ്രാപിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. വചനത്തിന് ക്രിയ ചെയ്യാൻ, അതായത് വിശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട്. അത് കർത്താവ് ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. അപ്പോൾ കർത്താവ് സംസാരിച്ച വചനം നിമിത്തം ശിഷ്യന്മാർ ശുദ്ധിയുള്ളവരായി തീർന്നു. അതായത് വചനത്തിന് നമ്മെ ശുദ്ധീകരിക്കുവാനായിട്ടുള്ള കഴിവുണ്ട്. വചനം ക്രിയ ചെയ്യുന്നതാണ്. വചനം നാം ധ്യാനിക്കുമ്പോൾ വചനം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുകയും നമ്മളെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അതെങ്ങനെയാണ്? കർത്താവിനെക്കുറിച്ചുള്ള ആ ഒരു ജ്ഞാനം, നാം പരിജ്ഞാനം പ്രാപിക്കുമ്പോൾ നാം ഏതുവിധം നടക്കണം, എന്തൊക്കെ ഉപേക്ഷിക്കണം, എന്തൊക്കെ ഉൾക്കൊള്ളണം എന്നുള്ള കാര്യങ്ങൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ആ വചനത്തിൽ കൂടെ നമ്മോട് സംസാരിക്കും. അപ്പോഴാണ് നാം വിശുദ്ധിയുള്ളവരായി തീരുന്നത്. അപ്പോൾ ഈ വിശുദ്ധിയില്ലാതെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ സാധ്യമല്ല. അതാണ് വചനത്തിൻ്റെ വലിയ ഒരു പ്രാഗൽഭ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരുടെ കാൽ കഴുകുമ്പോൾ പത്രോസിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പത്രോസ് പറയുന്നു, നീ ഒരു നാളും എൻ്റെ കാല് കഴുകലില്ല, ഞാനത് സമ്മതിക്കുകയില്ല എന്ന്. കാരണം ഗുരുവാണ്. അപ്പോൾ കർത്താവ് എന്താ പറയുന്നത്? ഞാൻ നിൻ്റെ കാൽ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല എന്നാ. അപ്പം പത്രോസ് പറയുന്നു, അങ്ങനെയാണ് എൻ്റെ കാല് മാത്രമല്ല കർത്താവേ, എൻ്റെ തലയും കൂടെ കൈയും ഒക്കെ മുഴുവനും എന്നെ ഒന്ന് കുളിപ്പിക്കണേ എന്നാണ് പറയുന്നത്, ഒന്ന് കഴുകണേ, ശുദ്ധിയാക്കണേ എന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവ് എന്താ അതിന് മറുപടി പറയുന്നത്? കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ, നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. അപ്പോൾ എങ്ങനെയാണ് അവർ ശുദ്ധി പ്രാപിച്ചത്? കർത്താവിനോട് കൂടെ നടന്ന് കർത്താവിൻ്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് അവർ ജീവിക്കുമ്പോൾ അവർ ശുദ്ധിയുള്ളവരായി തീർന്നു. വലിയ മാറ്റങ്ങൾ അവരിലുണ്ടായി. എന്നാൽ നമ്മൾ പിന്നെയും പലയിടത്തും കാണുന്നുണ്ട്, അവരിൽ വലിയവൻ ആരാണ് ലീഡർ എന്നുള്ള കാര്യത്തിലൊക്കെ അവിടെ തർക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവർ ശുദ്ധിയുള്ളവരാണെന്ന് കർത്താവ് പറയുകയും ചെയ്യുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? കാരണം കർത്താവിൻ്റെ അടുത്തേക്ക് നാം വന്നു കഴിയുമ്പോൾ നാം വാസ്തവത്തിൽ ശുദ്ധിയുള്ളവരായി തീരുകയാണ്. പക്ഷേ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളുടെ നടപ്പും നമ്മളുടെ പെരുമാറ്റവും ചിന്തകളുമൊക്കെ പലപ്പോഴും വിശുദ്ധിയിൽ നിന്നും അകന്നു പോകുന്നു. അപ്പോൾ കർത്താവ് എന്താ പറയുന്നത്? നിങ്ങൾ ശുദ്ധി പ്രാപിച്ചവരാണ്, നിങ്ങൾ അഭിഷേകം പ്രാപിച്ചവരാണ്. എന്നാൽ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്ക് വന്നു പോകുന്ന കുറവുകളെ നിങ്ങൾ മാറ്റണമെങ്കിൽ അതൊക്കെ അപ്പോഴപ്പോൾ കഴുകിക്കളയുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ പഴയ നിയമത്തിലെ പുരോഹിതന്മാർ ഒരിക്കൽ അവർ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ അവർ തലയും മുഴുവനും അവരുടെ ദേഹം മുഴുവനും കഴുകുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ പിന്നീട് അവർ യാഗം കഴിക്കുമ്പോഴൊക്കെയും കൈയും കാലും മാത്രം കഴുകുന്നു. അതായത് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാരണം നാം വചനത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരാണ്. അവരും അതുപോലെ ആ പുരോഹിതന്മാർ പ്രത്യേകം വേർതിരിക്കപ്പെട്ടവരാണ്. എങ്കിലും
അവർ മനുഷ്യരായതുകൊണ്ട് അവരിൽ അല്ലെങ്കിൽ അവരാ യാഗകർമ്മങ്ങൾ ചെയ്യുമ്പോൾ കൈയും കാലുമൊക്കെ ചിലപ്പോൾ രക്തമൊക്കെ പുരളുകയും അങ്ങനെ അല്പം അശുദ്ധിയൊക്കെ അവിടെ വരും. അതവർ കഴുകിക്കളയാനായിട്ടാണ് അവിടെ താമ്രത്തൊട്ടിയിൽ വെള്ളം വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് വന്നു പോകുന്ന കുറവുകളെ അല്ലെങ്കിൽ പിഴകളെ കർത്താവ് ക്ഷമിക്കണമെങ്കിൽ വചനത്താലും രക്തത്താലും പരിശുദ്ധാത്മാവിനാലും നാം ദിവസേന നമ്മെ കഴുകിക്കൊണ്ടേയിരിക്കണം. നാം തനിയാണോ അത് ചെയ്യുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ലാതെ അത് നമുക്ക് സാധ്യമല്ല. വചനം കൂടാതെ നമുക്കത് സാധ്യമല്ല. പിന്നെ നമുക്കതിനുള്ള മനസ്സും വേണം. നാം നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മെ തന്നെ ശുദ്ധീകരിക്കാനായിട്ട് വചനം ഉപയോഗിക്കണം. ആ വചനം ധ്യാനിക്കണം. വചനം എന്താണ് നമ്മോട് സംസാരിക്കുന്നത് അതിൻ പ്രകാരം നാം മുന്നോട്ട് പോകണം. അതാണ് വചനത്തോടു കൂടിയ ജലസ്നാനം. നാം ഒരിക്കൽ സ്നാനപ്പെട്ടവരാണ്. ഈ വചനം കേട്ടാണ് നമ്മൾ ഈ വിശ്വാസത്തിലേക്ക് വന്നതാണ്. അതാണ് ആദ്യത്തെ സ്നാനം. എന്നാൽ പിന്നീട് നാം ദിവസേന നമ്മുടെ കൈകളും കാലുകളും, അതായത് ദിവസേനയുള്ള നമ്മുടെ കുറ്റങ്ങളെ നമ്മൾ കഴുകിക്കളയണം. അതിനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദ ലോർഡ്.